ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാര്യം എന്താ വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് വന്ന് ഞാൻ മൊബൈലെടുത്ത് നോക്കുമ്പോഴേ കാണുന്ന കമൻറ്റ്, അതായത് ഇന്നലെ രാത്രിയായിട്ട വീഡിയോ ജയിലിൽ കിടന്ന് ഗബ്രി കുഞ്ഞുങ്ങൾ കെട്ടിപ്പിടിച്ചാണ് കണ്ടത്. അതുമൂലം ജിൻഡോ വഴക്കുണ്ടാക്കുന്ന സീനാണ് ഞാൻ ഇന്നലെ എടുത്തിട്ടായിരുന്നു. എൻ്റെ ഒരു സീൻ ഇട്ടിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. രാത്രി കണ്ട കാര്യം ലൈവിൽ നിന്നാണ് ഞാൻ എടുത്ത എപ്പിസോഡിൽ നിന്നല്ല. അത് കണ്ട് അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് ഫോൺ എടുത്ത് നോക്കുമ്പോഴേ കാണുന്നത് ചേച്ചിയുടെ ചാനൽ ഞങ്ങൾ അൺസബ് ചെയ്യുന്നു. ചേച്ചി ഗബ്രിയും ജാസ്മിനെയും എപ്പോഴും കുറ്റം പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇനി അൺസബ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിനൊരു മറുപടി പറയണമെന്ന് എനിക്ക് ശരിക്കും തോന്നി. അവർ അൺസബ് ചെയ്ത് പോയനല്ല, ഇപ്പോൾ പറയാതെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ അൺസബ് ചെയ്യും, സബ് ചെയ്യും, വീണ്ടും അൺസബ് ചെയ്യും, വീണ്ടും സബ് ചെയ്യും. ഇതൊക്കെ തന്നെയാണ് പ്രേക്ഷകരുടെ മെയിൻ പരിപാടി. ഇതൊന്നും യൂട്യൂബേഴ്സിനെ ബാധിക്കുന്ന കാര്യമില്ല, നമുക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. ഇഷ്ടമുള്ളവർ പോകും, ഇഷ്ടമുള്ളവർ നിൽക്കും, ഇത്രയേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യം. അതുപോട്ടെ, ഇവിടെ പറയേണ്ട ഒരു കാര്യം, ജാസ്മിൻ ഗബ്രി എന്ന വിഷയം തുടക്കത്തിൽ ഇവർ കടിയും ഉമ്മവക്കലും ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ അതേപ്പറ്റി തന്നെ പറഞ്ഞൊന്നും വീഡിയോ ഇട്ടിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബെസ്റ്റി എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്, ഫ്രണ്ടും ഉണ്ട്, ലവറും ഉണ്ട്. എന്താ അതിൻ്റെ നടുക്കൊരു ബെസ്റ്റി ഉണ്ട്. ഈ ബെസ്റ്റിയുടെ രൂപം എന്താണ്, ഭാവം എന്താണെന്നൊന്നും ഈ പഴയ തലമുറയെപ്പെട്ട എനിക്കറിയില്ല. ബെസ്റ്റിക്ക് എന്തൊക്കെയോ സ്വാതന്ത്ര്യമുണ്ട്, പ്രേമിക്കുന്നവരെക്കാട്ടും കൂടുതൽ സ്വാതന്ത്ര്യം ബെസ്റ്റിക്ക് കൊടുക്കും. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കറിയാത്ത കാര്യം. ഇനി ബെസ്റ്റി ആണോ എന്നൊക്കെ ഓർത്ത് ഞാൻ എന്തേലും പറഞ്ഞ അയ്യോ 80കളിലെ വസന്തം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കേണ്ടത് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നീടാണ് സകല യൂട്യൂബേഴ്സ് ഇത് എടുത്തിട്ട് പറഞ്ഞ് കടി, മാന്തല്, ഉമ്മവക്കല് എല്ലാവരും പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഞാൻ ഒത്തിരി ഒന്നും പറഞ്ഞിട്ടില്ല ജാസ്മിന്. അത് കഴിഞ്ഞിട്ട് ഒരു എപ്പിസോഡിൽ 3 മണിക്ക് ഇവർ പുതപ്പിൻ്റെ അടിയിൽ പോകുന്നതും കെട്ടിപ്പിടിക്കുന്നതും സർവ്വകാര്യം ഒരു മനുഷ്യർ പോലും ലൈവ് കാണാത്ത കാര്യം എപ്പിസോഡിൻ്റെ ഫസ്റ്റ് എടുത്ത് ബിഗ് ബോസ് ഇട്ടു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിച്ചുകൊണ്ടേയിരുന്നു ഇവർ ചെയ്ത അത്രയും കാര്യം. അന്നാണ് ഗബ്രി നീ ഇല്ല പറ്റില്ലടാന്ന് പറഞ്ഞ കരച്ചിലും കെട്ടിപ്പിടുത്തോ പുതപ്പിൻ്റെ അടി കിടപ്പോ എല്ലാം കാണിച്ചു. അത് ബീബി കാണിച്ചു. അപ്പം ഞാൻ വീഡിയോ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ബീബി ഈ പെങ്കൊച്ചിൻ്റെ ലൈഫ് വിറ്റ് കാശുണ്ടാക്കുമല്ലേ ചെയ്യുന്നത്. കാരണം ലൈവിൽ ആരും കാണാത്ത കാര്യമാണ് എപ്പിസോഡിൻ്റെ ഫസ്റ്റ് എടുത്ത് അങ്ങോട്ട് ഇട്ടേ. അത് പറഞ്ഞാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ പ്രേക്ഷകർ എന്നോട് ചോദിച്ചു, അവൾ കാണിച്ചല്ലേ വീഡിയോ ഇട്ടല്ല, ബീബി കൊണ്ടുവന്ന് എവിടുന്ന് ഇട്ടല്ലോ എന്ന് പ്രേക്ഷകർ ചോദിച്ചു. അത് കഴിഞ്ഞ ദിവസം ക്വാളിറ്റി ഇല്ലാത്ത സിബിൻ പറഞ്ഞു, ക്വാളിറ്റി ഇല്ലാത്ത ഇവളെ ഇവിടുന്ന് ഓടിച്ചു വിടണം എന്നുള്ള രീതിയിൽ എല്ലാവരും നടന്ന് ബ്രെയിൻ വാഷ് ചെയ്തു. അപ്പോഴും ഞാൻ വീഡിയോ ചെയ്തു, സിബിൻ പറഞ്ഞത് ശരിയല്ല, ഒരു പെങ്കൊച്ചിനെ ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞ് എല്ലാവരെ കൊണ്ടും ബ്രെയിൻ വാഷ് ചെയ്യിച്ച് അവളെ പുറത്താക്കാൻ നോക്കുന്ന ആ ഒരു തന്ത്രം ചീപ്പായിട്ട് തോന്നിയെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തു. പക്ഷേ ഇന്നലെ രാത്രി അത്രയും സപ്പോർട്ട് ചെയ്ത ഞാൻ ഇന്നലെ രാത്രിയിൽ ആ ജയിലിൽ പോകുന്ന ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ ആ വാതിൽ തുറക്കുന്ന ചെറിയൊരു ഗ്യാപ്പിൻ്റെ ഇട ഞെരുങ്ങി നിന്ന് ജിൻഡോ അവിടെ ഫുഡ് വെക്കാൻ കുഞ്ഞ് നിൽക്കുന്ന ആ സമയം നോക്കി ഇവർ രണ്ടുകൂടെ ആർത്തിയോടെ കെട്ടിപ്പിടിച്ചു. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഈ ജാസ്മിൻ ആർമിയോടാണ് ചോദിക്കുന്നത്. എന്തെല്ലാം പറഞ്ഞിട്ടാലും നിങ്ങൾ ഇവിടെ കമൻറ്റിൽ മെഴുകുന്നുണ്ട്. സത്യം തുറന്നു പറയാം, ഇത് ശരിക്കും പൈസ മേടിച്ചിട്ടുള്ള PR തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുടെ ചീത്ത വശങ്ങളെ എങ്ങനെ ഇവർ ന്യായീകരിക്കുന്നറിയില്ല. അതുപോലെയാണ് അവർ ന്യായീകരിക്കുന്നത്. ഓരോ വാക്ക് പറഞ്ഞ് യൂട്യൂബേഴ്സിനെ എങ്ങനെ തറ പറ്റിക്കണം. ഇനി മിണ്ടരുത്, ജാസ്മിനെ പറ്റി ഒരു വാക്ക് ഇനി യൂട്യൂബേഴ്സ് മിണ്ടരുതെന്നുള്ള ധാരണയിലുള്ള കമൻറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കമൻറ്റൊക്കെ ഞാനും കാണുന്നതാണ്. കമൻറ്റ് വന്നുകൊണ്ടേയിരിക്കുന്നത് ഇങ്ങനെ എങ്ങനെ വാടി. പക്ഷേ അത് നിങ്ങൾ പണം മേടിച്ചിട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു വ്യക്തിത്വം വേണ്ടേ? നിങ്ങൾക്ക് ഇന്നലെ ഇവർ ജയിലിൽ പോയ ഈ കാണിച്ചു കൂട്ടിയ കോപ്രായത്തെ നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? എന്ത് പറഞ്ഞാണ് അവരുടെ സ്വന്തം മാതാപിതാക്കൾക്ക്, ജാസ്മിൻ്റെ സ്വന്തം മാതാപിതാക്കൾക്ക് ന്യായീകരിക്കാൻ പറ്റിയല്ലോ. കാരണം ഇത്രയെല്ലാം അത്ത ചെന്ന് വിളിച്ച് പറഞ്ഞു, ലാലേട്ടൻ പറഞ്ഞു, സായി പറഞ്ഞു, ഇത്രയെല്ലാം പ്രശ്നം നടത്തി. അവിടെ ഗബ്രിയുടെ വീട്ടുകാർ വിളിച്ച് പറഞ്ഞു കാണുന്ന ഇതുപോലത്തെ കോപ്രായം കാണിക്കേണ്ടെന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് അവനൊരു പാനിക് അറ്റാക്കിൻ്റെ അഭിനയം കാഴ്ചവെച്ച് ഇവളൊരു പ്രാന്തിയായിട്ടല്ലറി. അന്ന് ആ പ്രാന്തിയായിട്ടല്ലറിയപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത് അത് ഒറിജിനലാന്ന്. കാരണം എനിക്ക് തോന്നി അത് ഒറിജിനൽ ഒരു മനുഷ്യന് ഇത്ര അഭിനയിക്കാൻ പറ്റില്ലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചത്. നമ്മുടെ കണ്ണിലൂടെ നമ്മൾ ലോകം കാണുമെന്ന് പറയുന്നത് ഇവിടെയാണ്. ഞാൻ വിചാരിച്ചു ഇത്രയൊന്നും അഭിനയിക്കാൻ പറ്റില്ല, ഇത് ഒറിജിനലാണ്. കാരണം കൺട്രോൾ പോയുള്ള ഒരു അലർച്ച. പിന്നീട് അവരതൊക്കെ നാടകം പോലെ എടുത്ത് അഭിനയിച്ച് കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ല, പോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അലറുക ചെയ്യുന്നത്. കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചപ്പോൾ ഞാൻ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും തള്ളി മാറ്റി അലർന്നു. അതൊക്കെ നോർമൽ, ശരിക്കും മനുഷ്യൻ്റെ കൺട്രോൾ പോയ ഒരവസ്ഥയിൽ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയതാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഒരു പെങ്കൊച്ച് 10-21 വയസ്സുള്ള ഒരു പെങ്കൊച്ച് അത്രേ എത്തിയല്ലോ. പക്ഷെ അവരവിടെ നാടകമാണ് കളിച്ചത്.
കാരണം ഈ ഗബ്രിയും ജാസ്മിനെയും കൂടെ ഒറ്റപ്പെടുത്തി ഹൗസിലുള്ളവരെല്ലാം അവരെ തിന്ന് മതിയായില്ലേന്നാണ് പിന്നെ ചോദിച്ചത്. അപ്പം അവരെല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തിയെന്നാക്കാൻ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് വിടാനുള്ള ഒരു നാടകമാണ് രണ്ടുപേരോട്. ഒരുത്തൻ മിണ്ടുകയില്ല, വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, ആരോടും മിണ്ടിയല്ലാതെ ഒരുത്തൻ കാല് രണ്ടും കൂട്ടിപ്പിടിച്ച് ഒരിടത്ത് ഇങ്ങനെ മിണ്ടാതെ പ്രതിമ പോലെ ഇരിക്കുന്നു. മറ്റൊരുത്തി അവിടെ കിടന്ന് അലർന്നു, കൺവെൻഷൻ റൂമിൽ പോയി കിടന്ന് ഉറങ്ങുന്നു, പിന്നെ മെഡിക്കൽ റൂമിൽ പോകുന്നു. ഇങ്ങനെ അഭിനയങ്ങളുടെ പെരുമഴയെ അവർ കാണിച്ചത്. അതുകൊണ്ടാണ് പിറ്റേ ദിവസം ഹൗസിലുള്ളവർ കംപ്ലീറ്റ് പറഞ്ഞത് ഞങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ കളഞ്ഞു, ഒരു ആക്ടിവിറ്റിയും ചെയ്യിച്ചില്ല. മുഴുവൻ സമയം ഇവരുടെ പറയാ ക്യാമറ ബിഗ് ബോസും മുഴുവൻ പേരെ വിഡ്ഢിവേഷം കെട്ടിച്ച് അങ്ങനെ കൊണ്ടു നടന്നു. മുഴുവൻ അഭിനയമായിരുന്നു. കാരണം ഇവരെ കോർണർ ചെയ്തെന്ന് വെളിയിൽ വിടണം, കാരണം ഇവർ മാനസികമായി തകർന്നെന്ന് വെളിയിൽ വിടണം. ഇതിനു വേണ്ടിയല്ല. അത് കഴിഞ്ഞ് പോയി സൈക്കോളജിസ്റ്റിന് എന്തോ ഉപദേശം വന്നിട്ട് എനർജി ഡ്രിങ്ക് കഴിച്ച പോലെ നേരെ ഗബ്രി വന്ന് വീണ്ടും പൂർവാധീന ശക്തിയോടെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഫുഡും കഴിച്ച് നേരെ നോർമലായി. അഭിനയം കഴിഞ്ഞ് അപ്പത്തന്നെ. അത് ശരിക്കും അഭിനയമായിരുന്നു, വെറുതെ പറ്റിക്കാൻ ചെയ്ത. അതേപോലെ തന്നെയാണ് ഇന്നലെ ഈ ജയിലിലോട്ട് പോയിട്ട് എന്ത് സമയം ആ നോറ എന്ന് പറഞ്ഞത് ടിവിയുടെ ഒക്കെ ആണെങ്കിലും നോറ ഒരു പെങ്കൊച്ചാണ്. ഇതേ പ്രായം, ഏതാണ്ട് ചെറിയ പ്രായ വ്യത്യാസം, 1 വയസ്സിൻ്റെയോ ഒക്കെ വ്യത്യാസമേ ഉള്ളൂ ജാസ്മിനുമായിട്ട്. ആ കൊച്ചാ താഴെ അവിടെ ഇരിപ്പുണ്ട്, ജിൻഡോ അവിടെ ഇരിപ്പുണ്ട്. ഈ ജയിലിലോട്ട് പോയ ഒരു കുറച്ച് സമയമായിട്ടുള്ളൂ പോയിട്ട്. ആ സമയത്തിനുള്ളിൽ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന്. എന്താണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മറുപടി പറയാൻ കിട്ടുക? ജാസ്മിൻ ആർമിക്ക് എന്ത് പറഞ്ഞാണ് നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുക? ഈ കെട്ടിപ്പിടിച്ചതിന് അവർക്ക് അത്രയും സമയം പോലും ഇതൊരു ഷോ അല്ലേ, അല്ല വീടൊന്നുമല്ലല്ലോ, ഭാര്യയും ഭർത്താവുമാണോ? അങ്ങനെ എന്തെങ്കിലും ബന്ധമാണോ? കല്യാണം കഴിച്ച ഉടനെ വന്നിട്ടുള്ള യുവമിഥുനങ്ങളാണോ? അല്ലെ എന്താണ് ഇവർ കാണിക്കുന്നത്? ഇത്രയും ക്യാമറയുള്ള ഇത്രയും ജനങ്ങൾ കാണുന്ന കുട്ടികളും പ്രായമായോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഷോയാണ്, റിയാലിറ്റി ഷോയാണ്. 5 സീസൺ കഴിഞ്ഞ് 5 സീസണും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ജാസ്മിൻ അങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഷോയിൽ എന്തൊക്കെ പുറത്തേക്ക് വിടും എന്നുള്ളത് ജാസ്മിന് നല്ലപോലെ അറിയാവുന്ന രീതി. അവിടെ പല ഗെയിം കളിക്കുന്നുണ്ട്, പുറത്തേക്ക് പോകാനുള്ള രീതിക്ക് പല ഗെയിം കളിക്കുന്ന ആളാണ് ജാസ്മിൻ. അപ്പോൾ ജാസ്മിൻ ഈ കെട്ടിപ്പിടുത്തം പുറത്തോട്ട് പോകുമെന്ന് തീർച്ചയായിട്ടും അറിയാം. എന്നിട്ടും നിയന്ത്രിക്കാനാവാതെ ജാസ്മിൻ ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഇതിനെ 2 അക്ഷരം ഉണ്ടല്ലോ, അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ ജാസ്മിൻ്റെ കാര്യത്തിൽ. അത് മറ്റൊരു യൂട്യൂബർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും വിശന്നിട്ടുള്ള ഫുഡ് കൊണ്ടാണ് അവിടെ ചെന്നത്. പക്ഷേ ജാസ്മിൻ്റെ വിശപ്പ് അതല്ലായിരുന്നു, ഈ കെട്ടിപ്പിടിക്കാനുള്ള വിശപ്പാണ്. അതാണ് 100% കറക്റ്റ്. കെട്ടിപ്പിടിക്കാനുള്ള വിശപ്പ്, എന്തിൻ്റെ വേണ്ടിയുള്ള വിശപ്പാന്ന് മനസ്സിലായല്ലോ. അതാണ് ഈ റിയാലിറ്റി ഷോയിൽ ജാസ്മിൻ നമ്മളെ കാണിച്ചു തരുന്നത്. പിന്നെ എന്ത് പറഞ്ഞാണ് ജാസ്മിനെ ന്യായീകരിക്കേണ്ടത്? ആർമി കുഞ്ഞുങ്ങളോടായി ചോദിക്കുന്നത്, എന്ത് പറഞ്ഞ് നിങ്ങൾ ന്യായീകരിക്കും? ഇത്ര ഒരു വാക്കില്ല നിങ്ങൾക്ക് ഇനി അവരെ സപ്പോർട്ട് ചെയ്യും. ഇനി നിങ്ങൾ അൺസബ് ചെയ്യും. ഇനി നിങ്ങൾ കുറ്റം പറയുന്ന നിങ്ങളുടെ വീഡിയോ കാണില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ മനുഷ്യ ജന്മങ്ങളല്ലെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്കൊക്കെ തലച്ചോറും ഇല്ല. പൈസയ്ക്ക് വേണ്ടി എന്ത് വൃത്തികേടും എഴുതി വിടുന്ന വെറും നികൃഷ്ട ജീവികളാണ് നിങ്ങളും. അതേ പറയുള്ളൂ. ജാസ്മിനെ ഒരു നികൃഷ്ട ജീവിയായിപ്പോയി. സ്വന്തം വീട്ടുകാരെയോ കൂട്ടുകാരെയോ ബന്ധുക്കാരെയോ കല്യാണം ഉറപ്പിച്ചിട്ട് പോയെന്ന് പറയുന്ന ആ പയ്യനെയോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഒന്നും ശ്രദ്ധിക്കാതെ സ്വന്തം ചിന്ത മാത്രം, ഇത്രയും ക്യാമറയുണ്ടെന്നോ ഇതൊരു ഷോയാണെന്നോ ഇതൊന്നും ചിന്തിക്കാതെ സ്വന്തം ശാരീരിക ആവശ്യം, അതാണ് ഇന്നലെ രാത്രി കാണിച്ചത്. വേറെ എന്താണ് പറയാനുള്ളത്? ആ ആവശ്യം നിറവേറ്റാൻ പരസ്യമായിട്ട് നിന്ന് അത് ജിൻഡോ ഇടയ്ക്ക് നിന്നപ്പോൾ ആ കൂടെ ജിൻഡോയ്ക്കിട്ടൊരു തല്ല്, നടുക്ക് കയറി നിന്നിട്ട് ഒരു കാര്യവും ഉണ്ടായില്ലെന്ന്. ഇവർ കെട്ടിപ്പിടിക്കുന്നത് നോക്കിയിരിക്കല്ലേ അവൻ്റെ പണി. അവൻ ഫുഡ് കൊണ്ട് കൊടുക്കാൻ വെച്ചാൽ അവനാണ് ഇപ്പോഴും ശ്രീധു ക്യാപ്റ്റൻ്റെ സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല, അവനാണ് ക്യാപ്റ്റൻ. അതുകൊണ്ട് അവൻ ഫുഡ് കൊണ്ട് കൊടുക്കാൻ സ്റ്റോർ റൂമിൽ നിന്ന് എടുത്ത് ഗബ്രി ആയിട്ട് പോയതാണ്. അത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ആ ചെറിയ ഗ്യാപ്പ് വഴി എത്തി വെളിഞ്ഞ് വളരെ ശ്വാസം മുട്ടി നിന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ജിൻഡോ അത് ശ്രദ്ധിച്ചിട്ടില്ല, കീഴോട്ട് കുഞ്ഞിരിക്കുന്ന ജിൻഡോയുടെ തലയിലോട്ട് നടുക്ക് കയറി നിന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ലെന്ന്. ഇതിനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ കാണുന്ന പ്രേക്ഷകർക്കും യൂട്യൂബേഴ്സായ ഒരാളേലും ഈ ഒരു പ്രവൃത്തിയെ ന്യായീകരിച്ച് ഒരു വീഡിയോ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ആർക്കും തോന്നുന്നില്ല. പക്ഷേ ജാസ്മിൻ ആർമിയിലെ പിള്ളേർക്ക് തോന്നും. അവർ വന്ന് കമൻ്റ് ഇടും, ഓ നിങ്ങൾ കുറ്റം പറഞ്ഞല്ലേ, ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കുറ്റം പറഞ്ഞല്ലേ, ഞങ്ങൾ അൺസബ് ചെയ്യുകയാണ്. നിങ്ങൾ അൺസബ് ചെയ്ത് പോയോ? ഒന്നും വരാനില്ല, എന്നെ ബോംബ് ഇടുന്ന പോലെയാണ്. അൺസബ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ എന്താണ്? ബോംബ് വല്ലോ വീഴോ? ഒന്നും പേടിക്കാനില്ല. ഇനി ജാസ്മിനെ ന്യായീകരിച്ച് ഒരു വാക്ക് പോലും ഞാൻ പറയത്തില്ല. കാരണം ഇന്നലെ ആ ജയിലിൽ ആ ഒരു പ്രവൃത്തി കാണിച്ചോടുകൂടി എനിക്ക് വെറുപ്പായെന്ന് പറയും, തനി വെറുപ്പായി. കാരണം ഇവിടെ പുറത്തിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ പ്രായം അതിൻ്റെ മുകളിലുള്ള പ്രായമുള്ള ആൾക്കാരെ ജാസ്മിൻ ബഹുമാനിക്കാൻ ആദ്യം ഒടിവിയാണ്. ശരിക്കും ഇപ്പോൾ പറയാൻ തോന്നുന്നുണ്ട്, ഈ ബഹുമാനം എന്നുള്ളതൊക്കെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ടായിരുന്നു. ഇത് പഠിപ്പിക്കാതെ വിട്ടതിൻ്റെ തന്നെ പ്രശ്നം. അല്ല, ചൂരൽ വിട്ട് അടി കൊടുത്ത് ചെറുപ്പം തൊട്ട് പഠിപ്പിക്കാത്തതിൻ്റെ ഒരേ ഒരു കുറവ് മാത്രമാണ്.
എന്താണെങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ഞാനത് പറയുന്ന കമൻറ്റിന് അങ്ങനെയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ തീർത്ത് പറയാണ്, അടി കൊടുക്കാത്തതിൻ്റെ കുഴപ്പം മാത്രമാണ് ഇന്നലെ ആ കാണിച്ചത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.